ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കൊരു മാംഗോ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നേരെ നമുക്ക് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്കതിലേക്ക് വേണ്ടുന്നത് 1/2 കപ്പ് പാലാണ്. ടോട്ടൽ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അങ്ങനെ 1/2 കപ്പ് പാൽ ഒഴിച്ച് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു ട്രിപ്പ് ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടി പാലൊഴിച്ച് അതിനൊന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് വരണം. അപ്പം അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്ന മാംഗോ ജ്യൂസ് നമ്മൾ ഒരു പാനിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ പിന്നീട് നമുക്ക് അതിനാവശ്യം എന്താണെന്ന് വെച്ചാൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി വേണം. അപ്പോൾ ആ കോൺഫ്ലോർ ഒരു 1/2 കപ്പ് പാലൊഴിച്ച് നമ്മൾ നന്നായിട്ട് കട്ടയുടച്ച് പാലും വെള്ളം രൂപത്തിൽ ആക്കി മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ആ ജ്യൂസിനെ നമ്മൾ എടുത്തിട്ട് സ്റ്റൗവിലേക്ക് മാറ്റി അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ച കോൺഫ്ലോർ ഇല്ലേ, അതിനെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചായിട്ട് ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരും, അതായത് ഒരു ക്രീം പരുവത്തിലാവും അത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മളതിനെ ഇറക്കി വെക്കുക. അങ്ങനെ ഇറക്കി വെച്ച ക്രീമിലേക്ക് നമ്മൾ 1/2 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളതിനെ ഒരു ബൗളെടുത്ത് അതിലേക്ക് മാറ്റുക. എന്നിട്ടൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 തട്ടും കൂടി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മാംഗോ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വരുന്നവരെയും ഗുഡ് ബൈ.